കുട്ടികളിലെ ചെവി വേദന എപ്പോഴും എല്ലാ കുട്ടികൾ പാരൻസിന് ഭയങ്കര വളരെ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം ഒരു ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 വയസ്സായ അല്ലെങ്കിൽ ഒരു ഒരു മേ ബി 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുട്ടിക്കുള്ളൂ. കുട്ടി പെട്ടെന്ന് കരയും, ഭയങ്കര ചെവി വേദന. ചിലപ്പോൾ ചില തീരെ കൊച്ചു കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ 1 വയസ്സിനും താഴെയുള്ള കുട്ടിയാണ്, സംസാരിക്കാൻ തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ ഒരു ചെവിയിൽ തൊടത്തേ ഉള്ളൂ, ചെവിയിൽ തൊട്ടിട്ട് ഭയങ്കര ഉച്ചത്തിൽ കരയാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു ഡയഗ്നോസ്റ്റിക് ചലഞ്ചാണ്, എസ്പെഷ്യലി ഡോക്ടേഴ്സിന് പോലും. എന്താണ് കാരണം? കുട്ടി സംസാരിക്കാത്ത കുട്ടിക്ക് ചെവി വേദന എന്ന് പറയാൻ അറിയാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയഗ്നോസ്റ്റിക് ഡെലിമേഡ്. അപ്പം പക്ഷേ നമുക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്, ഇന്നതൊക്കെ ആയിരിക്കാം കാരണങ്ങൾ എന്നുള്ള ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഞങ്ങൾ വെച്ചിട്ടാണ് ഇതിനെ പലപ്പോഴും അപ്രോച്ച് ചെയ്യുക. ചെവി വേദനയാകാം, സംസാരിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ വയറിന് വേദനയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കാരണമാകാം. അപ്പോൾ നമ്മളത് ലോക്കലൈസ് ചെയ്ത് ഏതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സ ചെയ്യുന്നു. കരച്ചിൽ മാത്രമേ കാണുള്ളൂ, അപ്പോൾ ഒരു ചലഞ്ചുണ്ട്. കുറച്ചുകൂടെ വലിയ കുട്ടികളിലാണെങ്കിൽ, സംസാരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പറയും എനിക്ക് ചെവി വേദനിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായി ചെവിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെവി വേദനയുടെ കാരണങ്ങളിലേക്ക് പോകാം. അപ്പോൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ കാണുന്നത്, അത് എല്ലാ പാരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണെന്ന് തോന്നുന്നു. ചെവി വേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ചെവിയിലേക്ക് വരുന്ന അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന ഒരു തരം ഇൻഫെക്ഷനാണ്. അത് പലപ്പോഴും തൊട്ട് മുമ്പ്, ഏതാനും ചിലപ്പോൾ ഒരു 1-2 ദിവസങ്ങൾക്ക് മുമ്പാകാം, ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പാകാം, ജലദോഷം, മൂക്കൊലിപ്പ്, തുമ്മൽ, ചിലപ്പോൾ ഒരു പക്ഷേ തൊണ്ടവേദന, ചുമ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ കഴിഞ്ഞിട്ടായിരിക്കും കുട്ടി ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇൻവാരിയബ്ലി ഈ ചെവി വേദന എന്ന് പറയുന്ന കുട്ടികളിൽ ആൾമോസ്റ്റ് 100% കുട്ടികളിലും ഈ ഒരു ഹിസ്റ്ററി അവർ പറയും. അവരോട് ഒരാഴ്ച മുമ്പ് പനി ഉണ്ടായിരുന്നോ, 100% പറയും, മിക്കവാറും അതുണ്ടാവും. അതിനെ പ്രൊസീഡ് ചെയ്തിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ആ ഒരു ഇൻഫെക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഡയഗ്നോസിസിലേക്ക് നമ്മൾ പകുതി എത്തിക്കഴിഞ്ഞു. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചുമ, പനി, തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം, തൊണ്ടയ്ക്ക് വേദന, അത്തരം അസുഖങ്ങൾ ഉണ്ടായതിനു ശേഷം കുട്ടി ചെവി വേദന എന്ന് പറയുകയാണെങ്കിൽ അത് അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയയാണ്. ചെവിയിൽ നിന്നും മൂക്കിലേക്ക് പോകുന്ന, മൂക്കിൽ നിന്നും ചെവിക്ക് ഇടയ്ക്കുള്ള ഒരു ട്യൂബുണ്ട്, ആ ട്യൂബിലേക്ക് തൊണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നുള്ള ഇൻഫെക്ഷൻ മുകളിലേക്ക് പോയതാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല, മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ നമ്മൾ ആ ഒരു ഡയഗ്നോസിസ് ഡോക്ടറോട് പറയാൻ മറക്കണ്ട, അതിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. അപ്പോൾ ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുമ്പോൾ ചെവിയുടെ കർണപടം എന്ന് പറയുന്നത് ടിമ്പാനിക് മെമ്പറൈൻ സാധാരണ ഒരു പേളി വൈറ്റ് വെള്ള നിറത്തിലുള്ള സാധനമാണെങ്കിൽ ഇത് ചുമന്ന് തുടുത്തിരിക്കും, പഴുത്ത് പൊട്ടാറായി നിൽക്കുന്ന പോലെ നല്ല റെഡിഷ് നിറമായിട്ടിരിക്കും, ഒരു പിങ്കിഷ് നിറത്തിൽ ബൾജ് ചെയ്തിരിക്കുന്ന ഒരു ടിമ്പാനിക് മെമ്പറൈൻ കർണപടം കാണാൻ പറ്റും. അതൊരു അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ആണ്. അപ്പോൾ അതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ ഇനി മറ്റൊരു വസ്തുതയും കൂടെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വസ്തുത എന്ന് വെച്ചാൽ, പലപ്പോഴും ചെവിക്കകത്ത് വാക്സ് ഇമ്പാക്റ്റഡ് ആയിരിക്കും. നമ്മുടെ നോർമലി തന്നെ നമ്മുടെ സെക്രീഷനായ ചെവിയിലെ വാക്സ് ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും പെയിൻ ഉണ്ടാക്കാറില്ല. പലപ്പോഴും നമ്മൾ പാരൻസ് കൊണ്ടുവരുന്നത് ചെവിയിൽ വാക്സ് ഇരിക്കുന്നു, അതിൻ്റെ വേദന. അത് തെറ്റാണ്. വാക്സ് ഒരു വേദന ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരണം, അല്ലെങ്കിൽ അത്രയ്ക്കും കട്ടിക്ക് വന്നിട്ട് അവിടെ ഒരു കർണപടം വളരെ ഞെരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ വളരെ അപൂർവമായിട്ടാണ് വാക്സ് മൂലം ഒരു ചെവി വാക്സ് ഇരിക്കുകയാണെങ്കിൽ ചെവിക്ക് അടവാണ് വരിക, അടഞ്ഞിരിക്കുന്നു എന്ന് പറയും. വേദന വരുന്നത് പലപ്പോഴും ഓൾമോസ്റ്റ് ഓൾവേസ് ഒരു അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ആണ് എന്നുള്ളതിന് സംശയമില്ല. അപ്പം മറ്റു കാരണങ്ങൾ കൊണ്ട് ചെവി വേദന വരാം. റെഫേർഡ് ഓട്ടാൾജിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഈ നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ചെവിയിലേക്ക് വേദന വരുന്ന ഒരു രീതി. ഒരു പക്ഷേ ചിലപ്പം ത്രോട്ടിന് ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പല്ലുകളുടെ ഇൻഫെക്ഷൻ ആവാം. ഇതിന് ഒരേ നെർവ് സപ്ലൈ ചെവിയിലേക്കും കൂടെ പോകുന്നതുകൊണ്ട് പല്ലുകളുടെ വേദന ചെവി വേദനയായിട്ട് അനുഭവപ്പെടും. തൊണ്ടയ്ക്ക് വരുന്ന ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളും ചെവിയിലേക്ക് റേഡിയേറ്റ് ചെയ്യും ഈ പെയിൻ. അപ്പോൾ അങ്ങനെയും ചെവി വേദന വരാം, മറ്റു കാരണങ്ങൾ മൂലവും അറിയാം. അപ്പോൾ നമ്മൾ എന്താണ് കാരണമെന്ന് കണ്ടെത്തി അതിനെ ചികിത്സിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കുട്ടി കരയുന്നു, അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയ ആണ് എങ്കിൽ അത് ചെവിക്ക് മൂക്കടക്കുള്ള ട്യൂബിനകത്തേക്ക് നീര് കെട്ടിയതാണെങ്കിൽ മൂക്കിൽ ഉപയോഗിക്കുന്ന തുള്ളി മരുന്നുകൾ, ആവശ്യമാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ്, വേദന സംഹാരികൾ, ആൻറ്റിഹിസ്റ്റമിൻ മരുന്നുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പോകും. ഇതിന് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ അശ്രദ്ധമായി വിടുകയാണെങ്കിൽ, ഇതിനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഈ കർണപടം പൊട്ടിപ്പോവുകയും അവിടെ ഒരു സുഷിരം വീഴുകയും പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് വരികയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടാവും. കുട്ടിയുടെ കേൾവിയെ ബാധിക്കും. അത് പരിപൂർണമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയോ അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിബയോട്ടിക്സ് ഉൾപ്പെടെയുള്ളത് പരിപൂർണമായിട്ടും കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ പിൽക്കാലത്ത് അത് ഒരു സുഷിരമായി മാറുകയും പിന്നീട് അത് ക്രമേണ കേൾവി പെർമനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ചികിത്സ അല്ലെങ്കിൽ ഓപ്പറേഷനിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോവുകയൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ സൈനസൈറ്റിസിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സൈനസൈറ്റിസിലേക്ക് പോകുന്നൊരു വഴി ഇതുകൂടിയാണോ, അത് അതിന് വേറൊരു കാരണമാണോ ഉണ്ടാകുന്നത്? സൈനസൈറ്റിസിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന് ഈ ചെവി വേദന തിരിച്ചാണ്, അതായത് സൈനസൈറ്റിസ് ഉള്ള ആളിലെ ചെവി വേദനയിൽ നിന്ന് സൈനസിലേക്ക് വരുന്നത് കുറവാണ്, ആൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയും. മൂക്കിലെ ഇൻഫെക്ഷൻ, മൂക്കിലെ അലർജി, മൂക്കിലെ സൈനസിൻ്റെ രോഗങ്ങളെല്ലാം ചെവിയിലേക്ക് പോകാനുള്ളത്. കാരണം മൂക്കിലും ചെവിക്കും ഇടയ്ക്കൊരു യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞൊരു ട്യൂബുണ്ട്.
അപ്പോൾ ഈ സൈനസൈറ്റിസിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സൈനസൈറ്റിസിന് ഏറ്റവും പ്രധാനം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അലർജിയാണ്. അലർജി അറിയാലോ, നമ്മുടെ ചുറ്റുപാടുമുള്ള അലർജിക്ക് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ്. ഇപ്പോൾ ഡൽഹി പോലെയൊക്കെ ഒന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ തന്നെയും അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ, നമുക്കിപ്പം വേനൽക്കാലം മഴക്കാലം ഒന്നും ഇല്ല. അപ്പോൾ മാറി മാറി വരുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ഇൻഫെക്ഷൻ, അലർജിക് എലമെൻറ്റ്സ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അലർജി എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ ഘടകമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും പാരൻസൊക്കെ വന്നിട്ട് പറയും, എൻ്റെ കുട്ടിക്ക് അലർജിയാണെന്ന് തോന്നുന്നു, അലർജി ഉണ്ട് എന്ന് പറയും. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് അലർജി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അലർജിക്കൊരു ടെൻഡൻസി ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം അച്ഛനോ അമ്മയ്ക്കോ രക്തബന്ധുക്കൾക്കോ ഉള്ള കിട്ടിയ ഒരു കാര്യമാണ്. അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. നിയന്ത്രണ വിധേയമായി കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കൊണ്ടുപോകാം. ഈ പറഞ്ഞ മാതിരി സൈനസിലേക്ക് പോകുന്നത് അലർജി സ്ഥിരമായി നിൽക്കുകയും ക്രമേണ മൂക്കടയുകയും സൈനസിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇൻഫെക്ഷൻ വരികയും അതൊരു പക്ഷേ ചെവിയിലേക്കോ ഒക്കെ തന്നെ പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ അലർജി മൂലം ഉണ്ടാകുന്നത്, സൈനസൈറ്റിസിനുണ്ടാകുന്നത്. മൂക്കിൻ്റെ പാലം വളഞ്ഞിരുന്നാലും ഇതേ സിറ്റുവേഷൻ ഉണ്ടാകും, ശ്വാസം അകത്തേക്ക് വലിക്കാനുള്ള ബുദ്ധിമുട്ടും വരും.